ഹായ് ഹലോ നമ്മുടെ ലേറ്റസ്റ്റ് സ്മോൾ ലൈഫിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കുറേ ആഴ്ചകളും ദിവസങ്ങളുമായിട്ടുണ്ട് ഞാൻ യൂട്യൂബ് ചാനൽ എന്ന് വെച്ചാൽ ലിറ്റിൽ സ്പൂൺ എന്ന് പറയാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഫസ്റ്റ് വീഡിയോ ആണ് ഇത്രയും ദിവസമായിട്ട്. അതെന്നാന്ന് വെച്ചാൽ ഫോണിൽ കുറച്ച് കംപ്ലൈൻറ്റും പിന്നെ പരീക്ഷയൊക്കെ ആയതുകൊണ്ട് കുറേ ദിവസങ്ങളായി ഞാൻ ലിറ്റിൽ സ്പൂണിൻ്റെ എന്നാ പറയുക വീഡിയോ ഇട്ടിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിൽ. അപ്പോഴത്തേനും ഇന്നൊരു വ്ളോഗായിട്ട് ഇന്ന് എന്നാ കണ്ടൻറ്റെന്ന് പോലും എനിക്കറിയില്ല. ഒരു ചെറിയ വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എന്നാ പറയേണ്ടത്, എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ് ഒക്കെ കഴിഞ്ഞെന്നാൽ ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ. അപ്പം ഇന്നത്തെ ഒരു ദിവസം ഞാൻ ഫസ്റ്റ് വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുറേ നാളായി ഇങ്ങനെ നമ്മൾ സാധാരണ എപ്പോഴും 2-3 ദിവസം കഴിയുമ്പോൾ എന്നാ ലേറ്റസ്റ്റ് സ്കൂൾ ലൈഫിലേക്ക് എല്ലാവർക്കും അങ്ങനെയൊക്കെ പറയില്ലേ. ഇതിപ്പം കുറേ നാൾ പറയാൻ എന്നിട്ട് ഇപ്പോൾ പറയുമ്പോൾ ഒരു എന്നെ പറയണം ഒരു സുഖം അത്രയേ ഉള്ളൂ. പിന്നെ എന്നാ ഞാൻ ഇപ്പോൾ വന്നേക്കുന്നത് ഈ ഒരു യൂട്യൂബ് ചാനൽ ഇനി എൻ്റെ മാത്രമാണ്. അതെന്നാന്ന് വെച്ചാൽ എൻ്റെ അനിയത്തി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പേര് ഇപ്പോൾ പറയില്ല, നിങ്ങൾ സർപ്രൈസായിട്ട് ഗിഫ്റ്റ് പോലത്തെയാണ്, നിങ്ങളെ ക്രിസ്മസ് ഗിഫ്റ്റ് ഇതാണ്. എന്നാന്ന് വെച്ചാൽ അവൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങി. അത് ക്രാഫ്റ്റ് മാത്രമേ ഇടുള്ളൂ. അപ്പോഴത്തേനും ക്രാഫ്റ്റ് എന്ന് വെച്ചാൽ അവൾ കുറേ ക്രാഫ്റ്റൊക്കെ ചെയ്യും. അതിൻ്റെ വീഡിയോസ് മാത്രമേ ഇടുള്ളൂ. നിങ്ങൾക്ക് തന്നെ കാണാവും. അതിൻ്റെ വീഡിയോസ് മാത്രമേ ഇടുള്ളൂ. അതുകൊണ്ട് അങ്ങനത്തെ വീഡിയോ ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക എന്നാ പേരെന്ന് അറിയാൻ. അപ്പോഴത്തേനും ഇന്നത്തെ ഒരു വീഡിയോ തുടങ്ങി. ഇപ്പോൾ സമയം കുറേ ആയി കേട്ടോ. ഞാനിപ്പോൾ എടുക്കുന്നത് 11:15 ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് എന്നാന്നറിയില്ല. ഞാൻ കുറേ ദിവസങ്ങളായി ഞങ്ങൾ യൂട്യൂബ് ചാനൽ എന്നാ പറയുക തുടങ്ങിയിട്ട്. അപ്പോഴത്തേനും ഇന്ന് തന്നെ എടുക്കണ്ടേ. ഇന്ന് ക്രിസ്മസ് ഒക്കെയാണ്. ഞങ്ങളുടെ ഇവിടെ സ്റ്റാറൊക്കെ ഇട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അച്ഛൻ്റെ ഫോണിൽ നിന്ന്, അമ്മയുടെ ഫോൺ വർക്ക് ചെയ്തിട്ടുണ്ട്, അച്ഛൻ്റെ ഫോണിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ആക്കി ഷോർട്സായിട്ട് ഉറപ്പായിട്ട് ഇടുന്നതായിരിക്കും. പിന്നെ ഈ യൂട്യൂബ് ചാനൽ ഇത് പോയോണ്ട് എന്നാ യൂട്യൂബ് ചാനലിൽ ഞങ്ങൾ നേരത്തെ ഇട്ട വീഡിയോസൊക്കെ പോയി. അപ്പം ആ ചേട്ടൻ പറഞ്ഞു കുറച്ച് കഴിയുമ്പോൾ ഈ വീഡിയോസൊക്കെ തന്നെ വന്നോളൂ എന്ന്. അപ്പോഴത്തേനും ഇപ്പോൾ വന്ന് കാണും. അപ്പോൾ നേരത്തെ വീഡിയോ ഒക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നും. ഞാൻ നോക്കിയപ്പോൾ കണ്ടില്ല, ഇപ്പോൾ വന്ന് കാണുമായിരിക്കും. അപ്പോഴത്തേനും ഇപ്പം നമുക്ക് ഞാൻ ഒരു ദിവസം യൂട്യൂബ് ചാനൽ തുറന്ന് നോക്കാം, പക്ഷെ വീഡിയോ എടുക്കാൻ ഒരു ഇതാണ്. എന്നാന്നറിയില്ല, ഫോണിൽ ഇത് പറ്റിയതാണ്. അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം നോക്കിയപ്പം 63 സബ്സ്ക്രൈബറേ ഉള്ളൂ. ആ ഒരു സബ്സ്ക്രൈബർ എന്നാ പറയണ്ടേ, ഒരാൾ അൺസബ്സ്ക്രൈബ് ചെയ്തു. അത് കഴിഞ്ഞ് കാത്തു എങ്ങനെയാണ് യൂട്യൂബ് ചാനലോട് ഒരു വീഡിയോ ഇട്ട് അങ്ങനെയാണ് ഒറ്റ വീഡിയോ വിട്ടു. അപ്പോഴത്തേനും അത് എന്നാ പറയണ്ടേ, അതുകൊണ്ട് ആ അൺസബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്ന് തോന്നുന്നു. അവർ അൺസബ്സ്ക്രൈബ് ചെയ്ത ആളാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവർ കാത്തു ഒരു വീഡിയോ ഇട്ടായിരുന്നു. ആ സമയത്ത് എങ്ങനെയോ വിട്ടു, ഒരു വീഡിയോ ഇട്ടു. കുറേ കഷ്ടപ്പെട്ടു തോന്നുന്നു. ഡേ മൈ ലൈഫ് പോലെ ഇട്ടായിരുന്നു. അത് കണ്ടിട്ടാന്ന് തോന്നുന്നു ആ അൺസബ്സ്ക്രൈബ് ചെയ്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ 64 ഉണ്ട്. 64 നിൽക്കുന്നുള്ളൂ. നമുക്കൊരു 100 ആക്കട്ടെ. 100 ആക്കണം, 200 ആക്കണം, 300 ആക്കണം, 400 ആക്കണം. അങ്ങനെ എത്ര ആക്കാനുണ്ട്. എല്ലാവരും ഞങ്ങളുടെ കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ അതെ, എത്ര ദിവസമായി ഞങ്ങൾ വീഡിയോ ഇട്ടിട്ട്. എന്നാലും ഞങ്ങൾ ഇത്രയും ദിവസം വീഡിയോ ഇടാത്തതുകൊണ്ട് നിങ്ങൾക്ക് ഞങ്ങളോർത്തു സബ്സ്ക്രൈബറൊക്കെ പോവില്ല വീഡിയോ ഇട്ടില്ലെങ്കിലൊക്കെ പറഞ്ഞുകൊണ്ട്. എന്നാൽ നിങ്ങൾ എന്നാ വേണ്ടേ, പോയില്ല, ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടാകും. അപ്പോഴത്തേനും ഈ വീഡിയോ എന്നാന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ഒരു ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പം എന്നാ പറയണ്ടേ, ഒരു 11-18 11-18 ഒരു ചെറിയ ഡേ മൈ ലൈഫ് അങ്ങനെ പോലെ ആക്കാം. ഇനി ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഇവിടെ എന്നാ പറയണ്ടേ, ഇവിടെ കുറേ വീട്ടിൽ രാത്രി ആകുമ്പോൾ ഇഷ്ടംപോലെ സ്റ്റാറുണ്ട് കേട്ടോ. അപ്പോഴത്തേനും നമ്മുടെ ഇവിടെ ഇങ്ങനത്തെ ഇതൊരു സ്റ്റാറാണ്. അതിൻ്റെ മുകളിലും മറ്റേ ഇങ്ങനെ ലൈറ്റ് കൊത്തുന്ന വലിയൊരു സ്റ്റാറില്ലേ, അങ്ങനത്തെ സ്റ്റാറാണ്. പിന്നെ ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ എന്നാണ് കാണുന്നത്. ഞങ്ങളുടെ ക്രിസ്മസ് ട്രീ ഈ മരമാണ് ഗൈസ്. ഇന്നതൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ ചുമര ഇട്ടു. ക്രിസ്മസ് ഉണ്ടായിരുന്നല്ലോ ഇവിടെ ഇങ്ങോട്ട്. ക്രിസ്മസ് അല്ല, അപ്പൂപ്പനല്ല ഇത്. എന്നാ ഈ മഞ്ഞിൽ ഒരു മഞ്ഞ് മത്സരമില്ല. അത് ഇതേ മണിയുണ്ട്, സോക്സ് ഉണ്ട്, 2 സോക്സൊക്കെ ഉണ്ട് കേട്ടോ.
ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഇവിടെ കൊണ്ടിട്ട് ഇവിടെയുണ്ട്. ഇവിടെ പിന്നെ ഒരു ഇതൊരു കളറുണ്ട്, പിന്നെ ബ്ലൂ ഉണ്ട്. ഇതൊക്കെ നേരത്തെ ഒന്നും മേടിക്കാൻ പറ്റിയില്ല. നേരത്തെ ഉണ്ട് കുറച്ച് കളറൊക്കെ പോയിട്ടുണ്ട്. അടുത്ത വർഷം നമുക്ക് മേടിക്കാം. കാണുന്നില്ലല്ലോ. ഇങ്ങനത്തെ ഒരു 5 ഉണ്ട്. പൂവൊക്കെ നിറഞ്ഞ് ഇതുണ്ട്, കുറേ പൂവുണ്ട്. ഇതൊക്കെ നിറഞ്ഞിരിക്കുന്നുണ്ട്. എവിടെയൊക്കെ ഞാൻ കൊണ്ട് തൂക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഇനി കണ്ടുപിടിക്കണം പോയി. അയ്യോ എന്ത് ഇതിൻ്റെ ഒക്കെ ഇതുണ്ട്. കാണാമെന്നറിയില്ല, വെയിലുണ്ട് കേട്ടോ. കാണാമോ? ഇവിടെ 2-3 മണി ഇട്ടിട്ടുണ്ട്. മണി കിണുങ്ങുന്നതല്ല, സാധാ പോലത്തെ. ഇതൊക്കെയാണ് ഇവിടുത്തെ ഡെക്കറേഷൻ. പിന്നെ ഞങ്ങൾ വലിയായിട്ട് ഡെക്കറേറ്റ് ഒന്നും ചെയ്തില്ല, ഇങ്ങനെ ചെയ്തോളൂ. പിന്നെ ഞങ്ങൾ പടക്കം പൊട്ടിച്ച വീഡിയോ ഒക്കെ ഉണ്ട്. അത് ഞാൻ അത് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിങ്ങനെ ഷോർട്സ് ആയിട്ട് ഞാൻ വഴിയെ വരുന്നത്. ഇവിടെ ഒരാൾ ഇരുന്ന് പറയുക കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അവളെന്തോ എന്നാ ചെയ്യുമോ? സ്കേറ്റിംഗ് ഓടിക്കണോ? സ്കേറ്റിംഗ് ഓടിക്കുക. അവളുടെ പുതിയ യൂട്യൂബ് ചാനൽ വരുന്നത് ഞാൻ അതിൻ്റെ എക്സെട്ര. അവൾ ആദ്യം എന്നെ ഇടാൻ പോകുന്നതെന്നുള്ള ഇതില്ല, എന്നാ പറയണ്ടേ, അവൾ ആദ്യം എന്നെ ആയിരിക്കും ഇടുന്നത്. അത് എത്ര ലൈക്ക് കിട്ടും അങ്ങനെയൊക്കെ ഉള്ളതാണ്. പിന്നെ ഞാൻ പറയാം, ഇവിടെ കുറേ പൂ ഉണ്ടായിട്ടുണ്ട് ഫ്രണ്ട്സ്. ഞാൻ കഴിഞ്ഞ വർഷം കാണിച്ചില്ല, ഒരു വെളുത്തുള്ളിയുടെ ഒരു വെളുത്തുള്ളിയുടെ ഇതുണ്ടോ, ഇഷ്ടം പോലെ ഇവിടെയും എൻ്റെ പൊക്കത്തൊക്കെ ഉണ്ട് കേട്ടോ. അത് കുറേ വളർന്നിട്ടുണ്ട് കേട്ടോ. ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇല്ലേ, ഇതേ കൂടെയൊക്കെ ലൈറ്റ് ഇട്ട് വളരെ നല്ല രസമായിരുന്നു. പക്ഷെ ലൈറ്റ് ഇട്ടില്ല കേട്ടോ. പിന്നെ ഇവിടുത്തെ കുറച്ച് ലൈറ്റൊക്കെ ഇട്ടുമ്പോൾ കളർഫുള്ളാണ്. വേറെ സ്കേറ്റിങ് ഓടിക്കുവാണ് ഞാൻ. സ്കേറ്റിങ് എത്ര ദിവസമായി, എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. പിന്നെ നമ്മുടെ ന്യൂ ഇയർ വരാൻ പോകണം. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ ആൻഡ് ഹാപ്പി ക്രിസ്മസ്. ക്രിസ്മസൊക്കെ നിങ്ങൾ പടക്കം പൊട്ടിച്ചെന്ന് എന്നെ പറയണ്ടേ. പടക്കം പൊട്ടിച്ച് കാണുമല്ലോ, പടക്കം പൊട്ടിച്ചാണ്. ഇവിടെ ഞങ്ങൾക്ക് പടക്കം പൊട്ടിക്കണം വേണ്ടോന്ന് അറിയില്ലായിരുന്നു. ഇവിടെ ഫുൾ പടക്കം പൊട്ടിക്കാനായിട്ട് അത് കണ്ടാൽ പോരെ. അതല്ലാതെ അച്ഛൻ മേടിച്ചുകൊണ്ട് വന്നു പടക്കം. ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 12 മണിക്ക് കേക്ക് മുറിച്ചു. അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ തൊപ്പിയൊക്കെ ഇട്ടുകൊണ്ട് പടക്കം പൊട്ടിക്കുന്നു. ഞാൻ കുറേ വലിയ വീഡിയോ ആയിട്ട് എടുത്തില്ല, ചെറിയ വീഡിയോ ആയിട്ട് എടുത്തോളാം. അച്ഛൻ്റെ ഫോണായതുകൊണ്ട് ചില കട്ടിലൊക്കെ എടുത്തോളൂ. കുറച്ച് വീഡിയോ ഞാനല്ല എടുത്ത, അമ്മ എടുത്തു വന്നിങ്ങനെ പകുതി വീഡിയോ. എന്ന് വെച്ചാൽ നമ്മൾ പടക്കം പൊടിക്കുമ്പോഴൊക്കെ എടുക്കുകയല്ലേ, അങ്ങനത്തെ കുറച്ച് വീഡിയോ എടുത്തു. പിന്നെ ഇവിടെ കരോള് വന്നു, കുറേ കരോള് വന്നു. അതെ ഒരു ദിവസം രാത്രി ഇങ്ങനെ ഒരു കരോള് വന്നു. ഒരു 10 മണിയൊക്കെ ആയപ്പോൾ എണ്ണം വന്നേ. ഓക്കെ 10 മണിയാകുമ്പോൾ കുഴപ്പമില്ല. അത് ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കിടന്ന് ഒരെണ്ണം വന്ന് ഒരു 11:45 പിന്നെ ഉടനെ വന്നു കഴിഞ്ഞ് പോയി പിന്നെയും കിടന്ന് എന്നുവെച്ചാൽ ഇങ്ങനെ വന്ന് എല്ലാം കഴിഞ്ഞ് പൈസ കൊടുത്ത് കിടന്ന് അവിടെ കിടക്കാൻ പോയപ്പോൾ അടുത്തത് വന്ന് പിന്നെ അവിടെ ഇരുന്നു. പിന്നെ കിടക്കാൻ പോയപ്പോൾ ഒരെണ്ണം അവിടെ കൊട്ടിക്കൊണ്ട് വന്നു. അങ്ങനെ ഇവിടെ വന്ന് പിന്നെയും തുള്ളി. ഒരു ദിവസം നിറച്ചും കരോള് മാത്രമായിരുന്നു. ഒരു 12 മണി വരെ 1 മണിയൊക്കെ ആയപ്പോൾ വന്നായിരുന്നു കേട്ടോ. പിന്നെ ഈ സ്കൂൾ കുട്ടികളാണെന്ന് തോന്നുന്നു, ചില കുട്ടികളൊക്കെ നേരത്തെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ വന്നായിരുന്നു. അങ്ങനെ കുറേ കരോള് വന്നു. നിങ്ങളുടെ വീട്ടിൽ കരോള് വന്നോ? ഞങ്ങളുടെ വീട്ടിൽ ഇഷ്ടംപോലെ വന്നു കേട്ടോ. കുറേ ഞങ്ങൾക്ക് കരോളിന് ഞങ്ങൾ ഇറങ്ങിയായിരുന്നു, പക്ഷേ അതിൻ്റെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. എനിക്കത് കാണിച്ചായിരുന്നു. അടുത്ത വർഷം ഉറപ്പായിട്ട് ഞാൻ എടുക്കുന്നതായിരിക്കും കരോളിൽ പോകുന്നത്. കരോൾ ഞങ്ങൾ പോയി, പക്ഷേ വീഡിയോ ഒന്നും എടുത്തില്ല. ചില ഷോർട്സ് പോലെ എടുത്തെന്ന് തോന്നുന്നു. അത് എൻ്റെ അമ്മയുടെ ഫോണിലല്ല, വേറെ ഏതോ ഇതിലാന്ന് തോന്നും. അപ്പോഴത്തേനും ഇന്നത്തെ വീഡിയോ ഒരു ഡേ മൈ ലൈഫ് ഞാൻ പറഞ്ഞില്ലേ, ഒരു ചെറിയ ഡേ മൈ ലൈഫ്. നല്ല കാറ്റുണ്ട് കേട്ടോ. ന്യൂ ഇയർ അല്ലേ, നമ്മൾ ന്യൂ ഇയറിന് പടക്കം പൊട്ടിക്കില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തൊരു വലിയ വീഡിയോ ആക്കി ഇടാം, ഇല്ലെങ്കിൽ ഷോർട്സ് ആയിട്ടിടാം, എന്തെങ്കിലും ചെയ്യും. അപ്പോൾ ഇതായിരിക്കും എൻ്റെ ഈ കുറേ ദിവസം കഴിഞ്ഞിട്ട് ഈ ദിവസത്തെ ഫസ്റ്റ് വീഡിയോ ഇതായിരിക്കും.
എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അടിച്ച് പൊട്ടിക്കുക. അപ്പോൾ ബൈ, ഹാപ്പി ക്രിസ്മസ് ആൻഡ് ഹാപ്പി ന്യൂ ഇയർ.